28,000 പേരെ ഞാൻ കോടീശ്വരനാകും. എങ്ങനെ? നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ അറിയാതെ പോയൊരു സംഭവം. അതായത് നമുക്ക് ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യകതയുള്ളൊരു ഒരു മരമാണ് ചന്ദനം, സാൻഡൽവുഡ്. ഇതിന് മറ്റൊന്നും കൂടെ വേണം. അതായത് നല്ല ചൂടും വേണം, നല്ല തണുപ്പും വേണം. പിന്നെയോ ഉപ്പുകാറ്റ് കൊള്ളാൻ പാടില്ല, കടൽക്കാറ്റ് കൊള്ളരുത്. അപ്പോൾ ഇതിനനുയോജ്യമായ കാലാവസ്ഥ കേരളത്തിൽ 3 ജില്ലകളേ ഉള്ളൂ. നിങ്ങൾ സ്ട്രഗിളിങ്ങിലാണോ? നിങ്ങൾ എന്ത് ചെയ്തിട്ടും ഡെവലപ്പ് ആവുന്നില്ലേ? നിങ്ങൾ അതിനൊറ്റ കാര്യം ചെയ്യാനുള്ളൂ, ബിസിനസ് ചെയ്യുക, സെല്ല് ചെയ്യുക. അല്ല, അപ്പോൾ എന്ത് പറയും? എന്ത് വിൽക്കണം? എന്തും വിൽക്കണം. അപ്പോൾ എന്ത് ചെയ്യുക? ഞങ്ങളുടെ കയ്യിൽ 22,000 പ്ലോട്ട് ഉണ്ട്, നിങ്ങൾ പിടിച്ചോ. ഓക്കെ, ഇത് ഞങ്ങളുടെതാണെന്ന് പറയണം, നിങ്ങളുടെതാണെന്ന് പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ വിറ്റോ. ഇപ്പോൾ ഒരു മരത്തിന് ഗവൺമെൻറ് കൊടുക്കുന്ന എമൗണ്ട് 8 ലക്ഷം രൂപ. ഈ 15 സെൻറ്റിമീറ്റർ 15 വർഷം അല്ലെങ്കിൽ 50 സെൻറ്റിമീറ്റർ ചുറ്റുള്ള മരത്തിന് കിട്ടുന്ന ഒരു എമൗണ്ട് 8 ലക്ഷം രൂപ. അപ്പോൾ 5 സെൻറ്റ് ഭൂമിയിൽ 1 സെൻറ്റ് 4 നടാൻ പറ്റും. അപ്പോൾ 20 അപ്പോൾ 5 സെൻറ്റ് 20 ഉണ്ടായി. അപ്പോൾ 20 × 8 ലക്ഷം, 1,60,00,000 രൂപയാണ് ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഇന്ന് തന്നുകൊണ്ടിരിക്കുന്നത്. You are watching India's first NGO television, Malanadu TV, India. നമസ്കാരം, പോഡ്സിലേക്ക് സ്വാഗതം. മലനാടിൻ്റെ പോഡ്കാസ്റ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത് റിയൽറ്റേഴ്സിൻ്റെ ഏരിയയിലേക്കാണ്. ഇന്ന് എന്നോടൊപ്പം ആശയങ്ങളുടെ തമ്പുരാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു യുവ ബിസിനസ്സുകാരനാണ്. കേരളത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരുപാട് വലിയ സ്വപ്നങ്ങളാണുള്ളത്. ആ സ്വപ്നങ്ങളിലൊന്ന് 28,000 ആളുകളെ കോടീശ്വരന്മാരാക്കുക എന്നുള്ളതാണ്. ആ ഒരു വലിയ സ്വപ്നത്തിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. എന്നോടൊപ്പം എന്നുള്ളത് നിഷാദ് അബൂബക്കറാണ്. ഒരുപക്ഷെ കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു വലിയ കമ്പനിയാണ് ജസ്പേഡ്. ജസ്പേഡിൻ്റെ സെക്കൻഡ് ഫേസിലേക്കുള്ള ഒരു യാത്രയാണ് ഇപ്പം സാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ജസ്പേഡ് റിയൽറ്റേഴ്സ്. പലപ്പോഴും നമ്മൾ ഈ റിയൽറ്റേഴ്സിൻ്റെ കാര്യം പറയുമ്പം പലപ്പോഴും ഒരു ഇടനിലക്കാരൻ എന്നൊക്കെയുള്ളൊരു ചിന്തയും നെറ്റ് ചുളിക്കുന്ന രീതിയിൽ അവരെ കാണുന്ന ഒരു സമൂഹമാണെന്നുള്ളത്, ബ്രോക്കർ എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇവിടെ സ്വന്തം ഭൂമി വിൽക്കാൻ നടക്കുന്ന റിയൽറ്റേഴ്സിനെയാണ് സാറ് വിഭാവനം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ശരിക്കും അതാണ് എന്നെ എക്സൈറ്റഡ് ആക്കിയിട്ടുള്ളത്. കാരണം പലപ്പോഴും പല യുവാക്കളും ഇന്ന് അഭ്യസ്തവിധരായി അതിനുശേഷം പുതിയ തൊഴിലൊക്കെ തേടി അന്വേഷിച്ച് നടന്നു, കുറേ കാലം എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്തു, എങ്ങും സെക്യൂർ ആകാതിരിക്കുന്ന ഒരാളിന് സാറ് പറഞ്ഞു 28,000 പേരെ ഞാൻ കോടീശ്വരനാകും. എങ്ങനെ? അതായത് ഇവിടെ 3 തരത്തിൽ പൈസ ഉണ്ടാക്കാം. അതെ. ഒന്ന്, നമുക്ക് ജോലി ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാം. അതെ. 2, ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കാം. അതെ. 3, നമ്മുടെ കയ്യിലുള്ള പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് പണത്തെ പണിക്ക് വിട്ടുകൊണ്ടും പൈസ ഉണ്ടാക്കാം. അതെ. അപ്പോൾ ഇതിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തെ 3 ആക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ 1 പൂവർ ക്ലാസ്, 2 മിഡിൽ ക്ലാസ്, 3 ഹൈ ക്ലാസ്. അപ്പോൾ ഇങ്ങനെ 3 ആക്കിയിട്ട് നമ്മുടെ സമൂഹത്തെ ഡിവൈഡ് ചെയ്യാം. ഇതിലുള്ളതിൽ ഈ പറഞ്ഞ 50ഉം 80ഉം, അതായത് 50% വരുന്ന പൂവർ ക്ലാസ്സും 30% വരുന്ന മിഡിൽ ക്ലാസ്സും ഉണ്ട്. ഇവർ നിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗം പേര് ഡിപ്പെൻഡ് ചെയ്യുന്ന തൊഴിലാണ്. പിന്നെ ഒരു 16% ഉണ്ട്, അതായത് പ്രീമിയം. ഇപ്പോഴത്തെ ഈ 20ൽ വരുന്നതിൽ 16% പ്രീമിയം. ഇവരെ സംബന്ധിച്ച് ഇവർ പൈസ ഉണ്ടാക്കുന്നത് ഓൺടർപ്രണേഴ്സ്, ബിസിനസ്സുകാരാണ്. ഓക്കെ. പിന്നെ അത്യാവശ്യം നല്ല സെലിബ്രിറ്റീസൊക്കെ ഈ കാറ്റഗറി വരുന്നത്. പിന്നെ ഒരു 4% ഉണ്ട്, ഇവർ പണം ഉണ്ടാക്കുന്നത് ബിസിനസ് ചെയ്തിട്ടും ജോലി ചെയ്തിട്ടിനേക്കാൾ ഉപരിയായിട്ട് മണി ഫോർ മണി എന്ന് പറയും. പൈസയെ കൊണ്ട് പണിയെടുപ്പിക്കാം. അതായത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ പൈസ കൊണ്ട് വീണ്ടും പൈസ ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ചില ചെറുകിട ആൾക്കാർ പറയുന്നു ദൈവം നീതിമാനല്ല, കാരണം ദൈവം ഉള്ളവർക്ക് തന്നെ പിന്നെയും കൊടുക്കുക, ഇല്ലാത്തവന് കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാണത്? ഇത്രയേ ഉള്ളൂ, ഉള്ളവന് പിന്നെയും അതുകൊണ്ട് ഉണ്ടാക്കാൻ അറിയാം, ഇല്ലാത്തവനോ അറിയില്ല. അവർക്ക് ജോലി ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു, ചിലവാക്കുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ സാധാരണ പറയാറുണ്ട്, പണം എന്ന് പറയുന്ന സാധനത്തെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണം. പണം കഷ്ടപ്പെട്ടുണ്ടാക്കേണ്ട ഒന്നല്ല. വെരി ഗുഡ് അല്ലേ? പണം ഈസി ആയിട്ട് ഉണ്ടാക്കണം. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ റോഡ് പണി നടക്കുന്നുണ്ട്. ഇവർ മഴയില്ല വെയിലുമില്ല, പക്ഷെ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും അവരെന്തെങ്കിലും രക്ഷപ്പെടും. അതേസമയം ബിസിനസ്സുകാരോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ വലിയ വലിയ ജ്വല്ലറി ഓണർമാർ, ടെക്സ്റ്റൈൽസിൻ്റെ ഓണേഴ്സ്, ഇവരൊക്കെ രാവിലെ 10 മണിക്ക് ബെൻസ് കാറിൽ വരുന്നു, 12 മണി ഷോപ്പിലുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് പണിയൊന്നുമില്ല. പിന്നെ ഇവർക്ക് ഓരോ ഷോപ്പിൽ നിന്ന് വരുന്ന പൈസ ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കണം. ഓക്കെ, ഇങ്ങനെ വേണം പണത്തെ ഉണ്ടാക്കാനായിട്ട്. പക്ഷെ ഇത് മിക്കവർക്കും അറിയില്ല. അപ്പം ഞങ്ങൾ കൊണ്ടുവരുന്ന ആശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ ചെറിയ കിട ആളുകളെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട്
വലിയ രീതിയിൽ ഇത്തരത്തിലേക്ക് എത്തിക്കാൻ പറ്റും. ഒരു പക്ഷേ അവൻ സ്വന്തമായിട്ട് ഒരു ഓണ്ടർപ്രണർ ആകാൻ വെച്ചിരിക്കുന്ന കാശ് മതി. യെസ്, തീർച്ചയായിട്ടും. ഇപ്പോൾ ചെറിയൊരു എമൗണ്ട് കൊണ്ട് പോലും അതിനെ വലുതാക്കി മാറ്റാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ്. അപ്പോൾ അതാണ് റിയൽ എസ്റ്റേറ്റിന്റെ പ്രത്യേകത. അപ്പോൾ ഒരു 1 നിന്നും 1 കോടീശ്വരൻ, 1 ലക്ഷത്തിൽ നിന്ന് 1 കോടീശ്വരനെ ഉണ്ടാക്കും. കറക്റ്റ്. അതുവരെ വിഭാവനം ചെയ്തിട്ടുണ്ട്. തീർച്ചയായും പ്രോജക്റ്റ് സാറ് റിവീൽ, കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പ്രേക്ഷകന്, ഇപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ മാധ്യമരംഗത്ത് ഒരു പക്ഷേ ഈ വേറിട്ട ചിന്താഗതി ഉണർത്താൻ കാരണം സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ താഴേക്കിടയിലുള്ള ആളുകളുടെ എന്നും ഹാർഡ് വർക്ക് ചെയ്യുന്നു. ഇവരാരും രക്ഷപ്പെടുന്നില്ല, അവർക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ള ഒരു പരിദേവനമുണ്ട്. അവർക്ക് വേണ്ട ഈ കൊളാട്രൽ ഇല്ലാത്തതിൻ്റെ പേരിൽ നല്ല നല്ല പ്രോജക്റ്റുകളുള്ള കുട്ടികളുണ്ട്. ഏറ്റവും പിന്നെ താഴേക്കിടയിലുള്ള കുട്ടികൾക്കിടയിൽ നല്ല പ്രോജക്റ്റ് ഉണ്ടാകും, നല്ല IT ഓറിയന്റഡ് പ്രോജക്റ്റ് ഉണ്ടാകും, പലതരത്തിലുള്ള പ്രോജക്റ്റ്. പക്ഷേ അവർക്ക് വേണ്ടത് ഒരു 100 കോടിയാണെങ്കിൽ ആ 200 കോടിയുടെ 300 കോടിയുടെ കൊളാട്രലിൻ്റെ അഭാവം ഇല്ലാത്തത് കൊണ്ട് ഒരു പക്ഷേ അവർ ആ പ്രോജക്റ്റ് മാറ്റി വെച്ചിട്ട് പിന്നെ കൊട്ടേഷൻ കൊണ്ടായിട്ടും തീവ്രവാദിയായിട്ടൊക്കെ മാറേണ്ട ഒരു സാഹചര്യം. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അവരെ നേർവഴിക്ക് നയിക്കാൻ ഒരു മാധ്യമത്തിന് കഴിയുമെങ്കിൽ ഇതേപോലെ സാറിൻ്റെ ചിന്താഗതികളെ പോലെ ഒരു മെൻറ്ററിങ് ക്ലാസ്സോ അല്ലെങ്കിൽ ഇത്തരം ഡിസ്കഷൻ പോലും അവർക്ക് ചിലപ്പം ഇതിൽ നിന്ന് കാണുന്ന ഒരാൾക്കെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ, ലൈഫിലൊരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതാണ് ആ മാധ്യമപ്രവർത്തൻ്റെ സവിശേഷത എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ജോണർ ഞങ്ങളുടേത് NGO ജോണർ. ഒരു NGOയ്ക്ക് നമ്മുടെ രാജ്യത്ത് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക? സ്കൂൾ നടത്താം, ഹോസ്പിറ്റൽ നടത്താം, അല്ലേ? ആ രീതിയിൽ വീട് വെച്ച് കൊടുക്കാം, വീടില്ലാത്തവന് പിന്നെ ആതുരാലയങ്ങൾ പണിഞ്ഞു കൊടുക്കാം. അതുപോലെ വിദ്യാർത്ഥികളെ നമുക്ക് കൈപിടിച്ച് ഹയർ സ്റ്റഡീസിന് വിടാം. അപ്പോൾ ഈ രീതിയിലൊക്കെ ഞങ്ങൾ ചെയ്ത് വന്നപ്പം 15 വർഷം എടുത്തു സാറ് പറഞ്ഞ പോലെ മലനാട് TV. പക്ഷേ മലനാട് TV ഇന്നും ആ ജോണറിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് 15ാമത്തെ വർഷമാണ്. 67ഓളം വീടുകൾ പലർക്കും വെച്ചു കൊടുത്തു, പല കുട്ടികളുടെ ഉപരിപഠനം സാധ്യമാക്കി കൊടുത്തു, പല റോഡുകളും പാലങ്ങളും. പക്ഷേ അങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്ത് മുഴുവനും നാഷണൽ റീബിൽഡിങ്ങിലാണ്. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്തപ്പോൾ പലപ്പോഴും നമുക്ക് സുഹൃത്തുക്കളായി വന്നിരുന്നത് വാണിജ്യ രംഗത്ത് ഉണ്ടായിരുന്ന ആൾക്കാരാണ്, ബിസിനസ്സുകാരാണ്. അവരുടെ വാണിജ്യ പരസ്യങ്ങളായിരുന്നല്ലോ മലനാട് TVയുടെ ബാക്ക് സപ്പോർട്ട്. പക്ഷേ പല ബാക്ക് സപ്പോർട്ട് ചെയ്ത ആളുകൾ ഇന്ന് പലപ്പോഴും ഇല്ല, ബിസിനസ് തകർന്നു പോയിട്ടുണ്ട്, പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്നാൽ അവരെല്ലാം സാറ് പറഞ്ഞതുപോലെ ഹാർഡ്ഷിപ്പ് വർക്കേഴ്സ് ആയിരുന്നു. 24 മണിക്കൂറും ഈ പറയുന്ന തൻ്റെ സംവിധാനത്തിൽ ഇരിക്കുകയും ഒരു തൊഴിലാളിയെ പോലെ ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരാളുണ്ട്. അവിടെ സ്മാർട്ട് വർക്കിൻ്റെ അഭാവം അവരെ പരാജയപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ കണ്ടത്. അവിടെയാണ് ഇന്ന് ജസ്റ്റ് പെയ്ഡ് റിലേറ്റേഴ്സിൻ്റെ ഈ പുതിയ ആശയത്തെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഞാൻ സാറ് നേരത്തെ സൂചിപ്പിച്ചല്ലോ, 1 ലക്ഷം രൂപയുണ്ടെങ്കിൽ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യുവാവിനോ യുവതിക്കോ ഈ പറഞ്ഞ കോടീശ്വരനിലേക്ക് എത്താൻ പറ്റും. അതെങ്ങനെയാണ്? അതായത് റിയൽ എസ്റ്റേറ്റിൽ നമുക്ക് 3 തരത്തിൽ പൈസ ഉണ്ടാക്കാം. ഒന്ന്, ഭൂമി വാങ്ങിയിട്ട് മറിച്ച് വെക്കാം. ഇപ്പം എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു 5 സെൻറ്റ് ഭൂമി 3 ലക്ഷം രൂപയ്ക്ക് 15 ലക്ഷം രൂപ അടിക്കുന്നു. അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 4 ലക്ഷം രൂപ ഒരു സെൻറ്റിനാക്കിയിട്ട് അത് മറിച്ച് 20 ലക്ഷത്തിന് 5 ലക്ഷം ലാഭം കിട്ടും. ഇതാണ് ഒന്നാമത്തെ ഒരു കോൺസെപ്റ്റ്. അതാണ് ഭൂമി വാങ്ങിയിട്ട് ഭൂമി മറിച്ച്. രണ്ടാമത്തത് ബിൽഡിങ്സ് ആണ്. അതായത് ഭൂമി വാങ്ങിയിട്ട് അതിൽ ബിൽഡിങ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് അത് മറിച്ച് വെക്കാം. ഇപ്പം എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ 5 സെൻറ്റ് ഭൂമി വാങ്ങുന്നു. ഇപ്പോൾ കിഴക്കമ്പലം ഏരിയയിലൊക്കെ നിങ്ങൾക്കറിയാം ഒരുപാട് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 1 ഏക്കർ ഭൂമി മേടിക്കും, അതിനെ ഒരു 20 ആക്കി ഡിവൈഡ് ചെയ്യും, എന്നിട്ട് അതിൽ 2000 സ്ക്വയർ ഫീറ്റ് വീട് പണിയും. എല്ലാം കൂടെ ചിലവൊരു 50-60 ലക്ഷം രൂപയുടെ. പക്ഷെ ഇവർ ഇത് സെല്ല് ചെയ്യണത് 80-90 ലക്ഷം രൂപ. അപ്പോൾ എന്താ അങ്ങനെ പൈസ ഉണ്ടാക്കാം. പക്ഷെ എന്താണ്, ക്യാപിറ്റൽ എമൗണ്ട് വേണം, വിൽക്കാൻ കഴിവുണ്ടാവണം. അല്ലെങ്കിൽ എന്ത് പറ്റി, അവിടെ ഹാർഡ് വർക്ക് ഉണ്ട്, അല്ലെങ്കിൽ അവർ കാര്യം തീരുമാനം വിറ്റ് പോയില്ലെങ്കിൽ. ഓക്കെ, ഇത് രണ്ടാമത്തെ കോൺസെപ്റ്റ്. മൂന്നാമത്തത് ഭൂമി വാങ്ങിയിട്ട് അതിൽ വില കൂടിയിട്ടുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് അത് വലുതാക്കിയിട്ട് വിൽക്കാം, വില കൂടിയ മരങ്ങൾ. അപ്പോൾ വില കൂടിയ മരങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് മിക്ക ആൾക്കാർക്കും അതിപ്പോൾ എന്താ തേക്ക് പ്ലാവൊക്കെ അല്ലേ, ഈട്ടൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ അറിയാതെ പോയൊരു സംഭവമുണ്ട്. അതായത് നമുക്ക് ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യകതയുള്ളൊരു ഒരു മരമാണ് ചന്ദനം, സാൻഡൽവുഡ്. പക്ഷേ ഈ സാൻഡൽവുഡ് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് പേടിയാണ്, ഒയ്യോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീരപ്പൻ ഓൾറെഡി ബ്രാൻഡ് ചെയ്ത് വെച്ചേക്കാണ്. അറിയാലോ, കാട്ടുകള്ളം വീരപ്പൻ ഇത് കാട്ടിൽ നിന്ന് മോഷ്ടിച്ച് എക്സ്പോർട്ട് ചെയ്തൊരു സാധനമാണ് ഏത് ചന്ദനം എന്ന് പറഞ്ഞത്. അപ്പം ഇത് ജനങ്ങളുടെ ധാരണ വീട്ടിൽ വെക്കാൻ പാടില്ല, ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ കഞ്ചാവ് വളർത്തണ പോലെ എന്തോ ഒഫൻസ് ഒക്കെ ഉണ്ട് എന്നുള്ള തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ ഓൾറെഡി ചന്ദനം നമ്മുടെ വീട്ടിൽ വളർത്താം, അതിന് എല്ലാവിധ പ്രൊട്ടക്ഷനും പരിപാലനമൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ ഒറ്റ കാര്യം ഗവൺമെൻറ് പറയുന്നുള്ളൂ, മുറിക്കാൻ പാടില്ല, പുറത്തേക്ക് വിൽക്കാനും പാടില്ല. ഇത് പൂർണ്ണ വളർച്ച എത്തുമ്പോൾ, അതായത് 50 സെൻറ്റിമീറ്റർ ചുറ്റളവ് എത്തുമ്പോൾ ഇത് മുറിക്കാൻ സമയം എത്തുമ്പോൾ നമുക്ക് നേരെ ഫോറസ്റ്റിനെ അറിയിക്കാം, ഫോറസ്റ്റ് തഹസിൽദാരെ അറിയിക്കും, തഹസിൽദാർ ടീം ഒന്ന് മുറിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ആരുടെ പ്രോപ്പർട്ടിയിലാണോ നിന്നിരുന്നത്
അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രഷറിയിൽ നിന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്യും. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇത്രയ്ക്കും ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കൃഷിയാണ് ചന്ദനം എന്ന് പറഞ്ഞത്. പക്ഷേ ഇതാരും ചെയ്യുന്നില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അർദ്ധപരാഗ സസ്യമാണ്. അതായത് ഇതിന് ഒറ്റയ്ക്ക് വെള്ളവും വളവും വലിച്ചെടുക്കാനുള്ള കഴിവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടികളെ നോക്കണം, പോലെ നോക്കണം. അപ്പോൾ ആദ്യം നമ്മളൊരു ചന്ദനത്തൈ വെച്ചു കൊടുത്താൽ ഇതിന് വെള്ളവും വളവും വലിച്ചെടുക്കാൻ കഴിവില്ലാത്ത കാരണം ആദ്യം ചെയ്യുന്നത് ചീര വെച്ചു കൊടുക്കും. അപ്പോൾ ഈ ചീരയിൽ നിന്നുള്ള വേരിയിൽ നിന്നുള്ള വെള്ളവും വളവും ഇവൻ വലിക്കും, മോഷ്ടാവ് അവൻ. അതുകൊണ്ടാണ് അവൻ മോഷ്ടിച്ച് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ മോഷ്ടാവ് എന്ത് ചെയ്യും? ചീരയിൽ നിന്ന് വെള്ളവും വളം വലിച്ചത് വലുതാവും. കുറച്ച് കഴിയുമ്പോൾ ഇവൻ്റെ വേര് വലുതാകുമ്പോൾ ചീരനെ പറ്റാണ്ടാവും. അപ്പോൾ അടുത്ത തൂരപ്പയർ വെച്ചു കൊടുക്കണം. അത് ഒരു സ്റ്റേജ് അതിനും പറ്റാണ്ടാവും. അപ്പം അടുത്ത അങ്ങനെ ഹോസ്റ്റ് പ്ലാന്റ് വെച്ചു കൊടുക്കണം. ഈ ഹോസ്റ്റ് പ്ലാന്റിൻ്റെ സഹായത്തോടും വളരും. അങ്ങനെ വളർന്നൊരു 5 കൊല്ലം കഴിയുമ്പോൾ ഇവന് ഏകദേശം ഒരു കുറച്ച് സെറ്റാവും. അപ്പോൾ അടുത്ത ഭീഷണി ഇവനെ മോഷ്ടിക്കാൻ കള്ളന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം ഇന്ന് 1 കിലോ ചന്ദനത്തിന് 20,000 രൂപ ഗവൺമെൻറ് കൊടുക്കും, 20,000 റുപ്പീസും. ഓക്കെ, ഇത് പക്ഷേ ബ്ലാക്ക് മാർക്കറ്റിൽ 50,000 രൂപ കിട്ടുന്നുണ്ട് കള്ളന്മാർ കൊണ്ടു കൊടുത്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കിലോ സാൻഡൽവുഡ് ഓയിലിന് ഇന്ത്യയിലത്തെ റേറ്റ് 5 ലക്ഷം രൂപയാണ് 1 കിലോയ്ക്ക്. ഇതേ സാൻഡൽവുഡ് ഓയിൽ ദുബായ് മാർക്കറ്റ് 25 ലക്ഷം രൂപയാണ്. അതുകൊണ്ട് തന്നെ കള്ളന്മാർ ഇത് എക്സ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഇത്ര വില അവർ തരണം. ഓക്കെ, അപ്പോൾ ഇത് ജനങ്ങളെ വെക്കാത്ത കാരണം 1 പരിപാലനം, 2 ഇതിന്റെ പ്രൊട്ടക്ഷൻ. ഇതുകൊണ്ടൊക്കെ ആളുകൾ അവസാനം മോഷണം പോയാൽ തീർന്നു. ഇത്രയും വലുത് വെച്ചിട്ട് പിന്നെ അതിന്റെ ഉത്തരവാദിത്തം കൂടെ പറയണം. അതെ. ഓക്കെ, അപ്പം ഞങ്ങൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും കൂടി ഉണ്ട് കേട്ടാ. ഇവന് മറ്റൊന്നും കൂടെ വേണം. അതായത് നല്ല ചൂടും വേണം, നല്ല തണുപ്പും വേണം. പിന്നെയോ ഉപ്പുകാറ്റ് കൊള്ളാൻ പാടില്ല, കടൽക്കാറ്റ് കൊള്ളരുത്. അപ്പോൾ ഇതിന് അനുയോജ്യമായ കാലാവസ്ഥ കേരളത്തിൽ 3 ജില്ലകളേ ഉള്ളൂ. 1 ഇടുക്കി, 2 പത്തനംതിട്ട, 3 വയനാടും. അതായത് ഉപ്പുകാറ്റ് കൊള്ളാതിരിക്കണമെങ്കിൽ സമുദ്രനിരപ്പിൽ 700 മീറ്റർ പൊക്കം വേണം. അപ്പോൾ ഈ 3 ജില്ലകളിന് ഓക്കെയാണ്. പക്ഷേ ഇത് മറ്റൊന്നും കൂടിയുണ്ട്. അതായത് ഇടുക്കിയും പത്തനംതിട്ടയും ഓൾറെഡി റെഡ് സോണിൽ കിടക്കുന്ന 2 ജില്ലകളാണ്. ബാക്കി പിന്നുള്ള വയനാടാണ്. വയനാട് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചൂരൽമല, അവിടെയും 20% ഏരിയ റെഡ് സോണാണ്. ബാക്കിയുള്ള 80% ഏരിയയും ഗ്രീൻ സോണാണ്. അതായത് 50 വർഷത്തിന് മുമ്പോ ശേഷമോ യാതൊരു തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളും റിപ്പോർട്ട് ചെയ്യാത്ത മേഖലയാണ്. അപ്പം ഞങ്ങളുടെ പ്രൊജക്റ്റ് നേരെ വയനാട്ടിലേക്ക് പോവാണ്. കാരണം എന്താ? അവിടെയാണ് ഇതിനെ പറ്റിയ എല്ലാം കൊണ്ട് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയുള്ളത്. മാത്രമല്ല കേരളത്തിൽ ബ്ലാക്ക് സോയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ജില്ല കൂടിയിട്ടാണ് വയനാട് പുൽപ്പള്ളി. അപ്പോൾ അവിടെ ഞങ്ങൾ പ്രൊജക്റ്റ് 1400 ഏക്കറാണ് ഞങ്ങളുടെ പ്രൊജക്റ്റ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1400 ഏക്കറിനെ 2 ഏക്കർ വരുന്ന ഓരോ പ്രൊജക്റ്റാക്കി മാറ്റും. ഈ 2 ഏക്കറിന് 5 സെൻറ്റുള്ള ഓരോ 5 സെൻറ്റ് പ്ലോട്ടുകളാക്കി 40 പ്ലോട്ടുകളായിട്ട് തിരിക്കും. എന്നിട്ട് 1 മുതൽ 40 വരെ നമ്പർ ഇടും. എന്നിട്ട് അതിന് 20 സെൻറ്റിമീറ്റർ ഇലക്ട്രിക് ഫെൻസിങ്, കള്ളന്മാർ 20 അടി ഹൈറ്റിലാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ സെക്യൂരിറ്റി ഗാർഡ്സ്, സെക്യൂരിറ്റി ഡോഗ്സ്, CCTV ക്യാമറ, പിന്നെ മരം വലുതാവുമ്പോൾ അത് ചിപ്പ് വയ്ക്കും. അപ്പോൾ ഈ ചിപ്പിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോഹം കൊണ്ടൊക്കെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ 10 ഫോണിലേക്ക് മെസ്സേജ് അലർട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയിട്ട് എക്സ്പെർട്ട് ആയിട്ടുള്ള കൃഷിക്കാരുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇതിനെ ഡെവലപ്പ് ചെയ്യണത്. ഇപ്പോൾ സാറ് വരികയാണ്, ഇപ്പോൾ സാറ് പറയാൻ എനിക്കിത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറയും അങ്ങനെ തരാൻ പറ്റില്ല, സാറ് നേരിട്ട് വരാം. അങ്ങനെ വന്നു, കണ്ടു, ബോധ്യപ്പെട്ടു ഏത് പ്ലോട്ടാണ് വേണ്ടത്. എല്ലാ പ്ലോട്ടിലേക്കും 10 അടി വഴിയുണ്ട്. ഓക്കെ, ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ട്, വാട്ടർ കണക്ഷൻ ഉണ്ട്. ഇതെല്ലാത്തോടും കൂടി അങ്ങോട്ട് തരണം. എന്നിട്ട് സാറ് ഇഷ്ടപ്പെട്ട അതെ എനിക്ക് 5-ാം നമ്പർ പ്ലോട്ട് മതി. അപ്പോൾ ഞങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ സാറിൻ്റെ പേരിലേക്ക് സാറിൻ്റെ ആധാർ കാർഡും പാൻ കാർഡും ഒക്കെ മേടിച്ചിട്ട് സാറിൻ്റെ പേരിലേക്ക് പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഓൺ ദി സ്പോട്ട് അന്ന് അതിനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെയാണ്. അപ്പോൾ അതിന് സാറിൻ്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് തരും. അപ്പോൾ സാറിന് അതിൻ്റെ ഞങ്ങൾ ഇപ്പോൾ ചാർജ് ചെയ്യുന്നൊരു തുക 15 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ 15 ലക്ഷം ഞങ്ങൾക്ക് തരുന്നു, സാറിനത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്തായി? സാറിൻ്റെ ഭൂമിയായി. ഇനി അടുത്തത് അതിൽ 20 ചന്ദനത്തെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് തരണം. ഇതിൻ്റെ പരിപാലനവും പ്രൊട്ടക്ഷനും ഒക്കെ ഞങ്ങൾ ചെയ്തു തരണം. അങ്ങനെ ഒരു 10 to 15 ഇയറിനുള്ളിൽ തന്നെ ഇത് മെച്യൂർഡ് ആവും. ദാറ്റ് മീൻസ് 50 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് ഞങ്ങൾ ചെയ്യണത് ഒരു ജൈവ കൃഷി എന്ന് പറയും. കാരണം ഇത് ഓൾറെഡി നമ്മുടെ മറയൂരുണ്ട്. മറയൂർ എന്നൊക്കെ പറഞ്ഞാൽ 30 കൊല്ലം 40 കൊല്ലം ഗ്രോത്ത് അത്ര വളർച്ചെത്തിയ മരങ്ങളാണ്. കാരണം എന്ന് വെച്ചാൽ 2 രീതി കൃഷി ചെയ്തു. 1 ജൈവ കൃഷി രീതിയും, 2 പരമ്പരാഗതം. കാട്ടി വളർന്ന മരത്തിനാണെങ്കിൽ അവർ പരിപാലിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുക്കുന്നു. ഇത് ജൈവ കൃഷി ആകുമ്പോൾ അതിൽ പ്രത്യേക കൃഷി രീതിയുണ്ട്. ഇത് ബാംഗ്ലൂരുള്ള IWST എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനുമായിട്ടാണ് ഞങ്ങളിത്, സെൻട്രൽ ഗവൺമെൻറ്റിനാണ്, അവരാണ് ഞങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു തരുന്നത്. അത് ത്രൂ ചെയ്യുമ്പോൾ എന്തായി ഇത് പെട്ടെന്ന് 10 to 15 ഇയറോട് 50 സെൻറ്റിമീറ്റർ ആവും. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ചെയ്തു തരുകയും ചെയ്യും. അത് കഴിഞ്ഞ്
ഇത് സമയമാകുമ്പോൾ മുറിച്ച് നിങ്ങളെ സാങ്ഷനോട് കൂടി തന്നെ നമ്മൾ ഫോറസ്റ്റിന് കൈമാറുന്നു. അത് കഴിഞ്ഞ് പൈസകൾ സമയമാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ പ്രോപ്പർട്ടി ഒറിജിനൽ ഡോക്യുമെൻ്റ് ആയിട്ട് ട്രഷറി ചെല്ലുന്നു, നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നു, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരും. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരു മരത്തിന് ഗവൺമെൻറ് കൊടുക്കുന്ന എമൗണ്ട് 8 ലക്ഷം രൂപയാണ്. ഈ 15 സെൻറ്റിമീറ്റർ 15 വർഷം അല്ലെങ്കിൽ 50 സെൻറ്റിമീറ്റർ ചുറ്റുള്ള മരത്തിന് കിട്ടുന്ന ഒരു എമൗണ്ട് 8 ലക്ഷം രൂപ. അപ്പോൾ 5 സെൻറ്റ് ഭൂമിയിൽ 1 സെൻറ്റ് 4 നടാൻ പറ്റുള്ളൂ. അപ്പോൾ 20ആണ്. അപ്പോൾ 5 സെൻറ്റ് 20 ഉണ്ടായി. അപ്പോൾ 20 × 8 ലക്ഷം 1,60,00,000 രൂപയാണ് ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഇന്ന് തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്നറിയാം, 1980കളിൽ 1 കിലോ ചന്ദനത്തിന് 20 rupees 20 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇത് 1990 200 രൂപയായി. ഇത് 2008 അത് 3000 രൂപയായി. ഇപ്പോൾ 2024 പ്രൈസ് വരുന്നത് 20,000. അതായത് 1980 ഈ പറഞ്ഞ ഇത്രയും എന്ന് വെച്ച് നോക്കുമ്പോൾ 1000 മടങ്ങ് വില വർധനവുണ്ട്. അപ്പോൾ ഗവൺമെൻറ് കണക്കൂട്ടിൽ വരുന്നൊരു 10 വർഷത്തിനുള്ളിൽ 20,000 രൂപ ഇപ്പോൾ ഉള്ള മരത്തിന് 1 ലക്ഷം രൂപ വരെ 1 കിലോ ചന്ദനത്തിന്. അങ്ങനെ വരുമ്പോൾ ഒരു മരത്തിന് 20 മുതൽ 25 ലക്ഷം രൂപ വരെ പ്രൈസ് വരും. You are watching India's first NGO television, Malanadu TV India.